അല്ല, ഞാൻ പറയാം, രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഞാൻ നിൽക്കുന്നില്ല. അത് എന്തെങ്കിലും അദ്ദേഹം തന്നെ ഉണ്ടല്ലോ ഇവിടെ. ഇല്ല, അങ്ങനെ ഒരു നിലപാടിൽ മാറ്റം വരുത്തിയിട്ടില്ലല്ലോ. കാരണം ഈ രാജ്യത്ത് അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യ മുന്നണി വിലയിരുത്തിയത് തന്നെയാണ്. അത് പിന്നെ ഓരോ സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതൊക്കെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തിൻ്റെ വിശദാംശങ്ങൾ അത് അദ്ദേഹം തന്നെ വിശദീകരിക്കും. അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഞാൻ ആളല്ല. അതിലഭിപ്രായം പറയുന്നില്ല. അങ്ങനെ അഭിപ്രായം പറയുന്നില്ല എന്നല്ല, അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള ഒരു ലീഡർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ മുതിരുന്നില്ല. കള്ളവോട്ട് പിന്നെ കൊണ്ടൊന്നും ഇത്തവണ രക്ഷപ്പെടാൻ പോകുന്നില്ല, വസ്തുതയാണ്. അതായത് ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വളരെ പ്രകടമായി വന്നല്ലോ, കള്ളവോട്ടുണ്ടായി എന്നുള്ളത് എല്ലാവരും കണ്ടു. അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരുപാട് നടന്നിരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതാണത് വെളിവാക്കുന്നത്. ഇത്ര ഓപ്പണായി ഈ കാര്യം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് UDF പ്രവർത്തകന്മാർ ഇത്തവണ വളരെ വിജിലൻ്റ് ആവണം. വിജിലൻ്റ് ആയാൽ കള്ളവോട്ട് നടക്കില്ല. കാസർഗോഡ് മണ്ഡലത്തിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണത്തെ ലോക്സഭാ ഇലക്ഷനൊക്കെ ലീഗ് വളരെ സജീവമായി. പക്ഷേ ഇത്തവണ അത്ര സജീവമല്ലാത്തൊരു അവസ്ഥ കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങൾ? ലീഗ് അണികൾ പ്രത്യേകിച്ച് ഒരു സജീവമല്ലാത്ത രീതിയിൽ തോന്നുന്നു. അത് ചോദിക്കുന്ന ആൾക്ക് മാത്രം ഉണ്ടായ ഒരു തോന്നലാണെന്നായിട്ട് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല. കാരണം ഞങ്ങൾക്കാർക്കും കഴിഞ്ഞ് വോട്ട് എണ്ണുമ്പോൾ കണ്ടാൽ മതി. അതൊക്കെ റംസാൻ കഴിഞ്ഞതിന് ശേഷം അതും കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന റംസാൻ കഴിഞ്ഞതിന് ശേഷം അതും കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വർദ്ധിച്ച ആവേശം ഉണ്ടായിരിക്കുന്നത്. റിസൾട്ട് നോക്കിക്കോ, വേറൊന്നുമല്ല. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ ഒരു ലീഗ് കോട്ടയിലാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം എത്ര ഉണ്ടെന്നുള്ളത് വന്നിട്ട് എടി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടിയിൽ മാത്രം കൊടിയൊന്നും ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞൊരു നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ? അല്ല, അത് ഞാൻ നേരത്തെ അതിന് മറുപടി പറഞ്ഞതാണ്. ഒരുപാട് ഞങ്ങൾ പിന്നെ CPM-നോടൊക്കെ ഒരു ബഹുമാനം കാണിച്ചതാണ്. ഈ വടിമലല്ലേ അവരും കൊടി കെട്ടിയിരിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗത്തും. ഇവിടെ വരുമ്പോൾ ഞാൻ അവർക്കൊരു അസൗകര്യം ഉണ്ടാവുമെന്ന് ഞാൻ ഇതൊരു ഔദാര്യം ചെയ്താണ്. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ പറയാം, നിങ്ങൾ പറയുന്നതൊക്കെ വെരിഫൈ ചെയ്യാതെ എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. അതിനെ സംബന്ധിച്ച് അവർ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ തന്നെ പറഞ്ഞത് നിങ്ങൾ നോക്കിയാൽ മതി. എൻ്റെ വക ഒരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധം അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ വ്യക്തമായി പറഞ്ഞിട്ട് ഞാനതാ പറഞ്ഞത്. അത് അവർ തന്നെ ഈ വാർത്താമാധ്യമങ്ങളിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഈ UDF സ്ഥാനാർത്ഥി തളങ്കര ഭാഗത്തേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ചില സംഭവങ്ങളെ കുറിച്ച് LDF ഒരു പ്രചരണ വീഡിയോ ഉണ്ടായിരുന്നു, ശ്രദ്ധയപ്പെട്ടിരുന്നു. അതൊന്നും നല്ലതല്ല. അതൊക്കെ വളരെ വിഭാഗീയമായ പ്രചരണ രീതികളാണ്, വളരെ മോശമാണ്. ശൈലജ ടീച്ചർക്കെതിരെയുള്ള പിന്നെ വളരെ മോശമായ രൂപത്തിൽ മോഫൊക്കെ ചെയ്ത് അശ്ലീല ചിത്രങ്ങൾ അതിനെക്കുറിച്ച് അവിടെയുള്ള UDF-ന്റെ നേതാക്കന്മാർ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി അത് റിവൈവ് ചെയ്ത് വീണ്ടും ചർച്ചയാക്കണം. അത് ലീഗും കോൺഗ്രസും UDF-ഉം അവിടുത്തെ വനിതാ MLA-മാരും ഒക്കെ ആ കാര്യത്തിൽ UDF-ന് എന്താണ് പറയാനെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയാം, ഞാനതിൽ എല്ലാ കാര്യത്തിലും പറഞ്ഞുള്ളതില്ല. അവിടെ പ്രാദേശികമായി വടകരയിൽ ഉള്ള അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അവർ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ചെയ്ത കുറ്റം എന്നുള്ളത് പുറത്തു കൊണ്ടുവരണം എന്നാണ് അവർ പറഞ്ഞത്. അതൊക്കെ ഇനി അതിന്റെ ഡീറ്റെയിൽസ് വരട്ടെ. ഞാനിപ്പോൾ പ്രചരണം ശരിയാണോ? ഒരു മോശമായ രൂപത്തിൽ ഇതുവരെ ഒന്നും ഇല്ലാത്ത രൂപത്തിലാണ് കേരളത്തിൽ മറ്റേത് നിങ്ങൾക്കൊരു സംഗതി കൊടുക്കണം. അതിനിപ്പോൾ ഞാൻ അതിനനുസരിച്ച് എന്തോ പറഞ്ഞു കിട്ടും. ഞാൻ ആവശ്യം അത് അവർ വിശദീകരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൽ കക്ഷി കയറുന്നില്ല. ഓക്കെ, താങ്ക് യു.